എല്ലാ സങ്കീർണതകൾക്കിടയിലും നമ്മളെ കുടുകൂടെ ചിരിപ്പിക്കാൻ ചില സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിലൊരു പുതിയ സാധനം ഏറ്റവും ലേറ്റസ്റ്റ് അറൈവലായി വന്ന ഒരെണ്ണമാണ്. ചിലപ്പോൾ ഇത്തിരി സമയമായിട്ടുണ്ടാവും. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വളരെ കൗതുകകരവും രസകരവുമായി തോന്നിയ ഒരു സംഗതിയാണ്, ഹിന്ദുക്കൾ ഗോമാതാവിൻ്റെ പാല് കുടിക്കരുത്. ഗോമാതാവിൻ്റെ പാല് ഹിന്ദുക്കൾ കുടിക്കുന്നത് ഗോമാതാവിനെ ഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. പറയുന്നത് സ്വാധി ശ്രദ്ധ സരസ്വതി ജി എന്ന് പറയുന്ന പുതിയ സ്വാധീജിയാണ്. സ്വാധീജി ഗോമാതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഗോമാതാവിനെ കൊണ്ട് ആകെ വലഞ്ഞ് ബലിപെരുന്നാൾ ദിനത്തിലൊക്കെ ആരും ഗോമാതാവിനെ കർണാടകയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും വാങ്ങിക്കാതെ ഗോമാതാവിനെ എത്രയും പെട്ടെന്നൊരു ദേശീയ മൃഗമാക്കി പ്രഖ്യാപിക്കണം, അതിനുവേണ്ട സംരക്ഷണം ഒരുക്കണം, ഗോമാതാവിന്മേലുള്ള എല്ലാ കടന്നുകയറ്റങ്ങളും നിർത്തണം എന്നതടക്കമുള്ള നിലപാട് നമ്മുടെ ഹർഷദ് മദനിയെപ്പോലെയുള്ള നേതാക്കളും മുസ്ലിം സമുദായ സംഘടനയും സ്വീകരിച്ചപ്പോൾ അരുതരുത്, ഇല്ല ഞങ്ങളങ്ങനൊന്നും തീരുമാനിച്ചിട്ടില്ല, ഞങ്ങളാകെ ഇതിവിടെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നെന്നുള്ളതല്ലാതെ നല്ല വെടിപ്പായി വിദേശത്തേക്ക് കച്ചവടം നടത്തുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ കേന്ദ്രമന്ത്രി അടക്കം രംഗത്ത് വന്നു. ഇപ്പം തൽക്കാലം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ സ്വാധി ശ്രദ്ധാജിയുടെ പുതിയ സംഗതി ഹിന്ദുക്കളാരും പാല് കുടിക്കരുത്, പാല് ഉപയോഗിച്ചുള്ള ഒന്നും കഴിക്കരുത്, പശുവിൻ്റെ പാല് ഗോഹത്യയ്ക്ക് തുല്യമാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അറിവില്ലാത്തതോ വിവരമില്ലാത്തതോ പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടില്ലാത്തവരോ ആരോ പറയുന്നതാണെന്ന്. അങ്ങനെയല്ല. ഇത് നമ്മുടെ നാട്ടിലെ 1-2 IPSകാർ ഇരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാറില്ലേ, ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവർ ഇങ്ങനെ സംസാരിക്കുമോ, ഇതായിരുന്നോ ഇവർ, ഇത്ര കൂതറകളായിരുന്നോ എന്നൊക്കെ വിചാരിക്കുന്നത് പോലെ സാക്ഷാൽ സ്വാധി ശ്രദ്ധാജി രാജസ്ഥാനിലെ വലിയ ഉന്നതമായ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതാണ്. അവിടെ MA BEd ഒക്കെ നേടിയ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളിൽ ഒരാളാണ് സ്വാധിജി. എന്ന് മാത്രമല്ല, സ്വാധിജിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഈ ഗോമാതാ കഥ എന്ന് പറഞ്ഞിട്ട് ഒരു ചരിത്രം രചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറയുമല്ലോ, മഹാഭാഗവത കഥ, രാമായണ കഥ, രാമകഥ എന്നൊക്കെ പറയുന്നത് പോലെ ഗോമാതാവിനെ ബേസ് ചെയ്ത് ഒരു കഥയും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും ഒക്കെ നടത്തുന്നത് കൂടാതെ രാജ്യത്താകമാനം ഗോമാതാ ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമഫലത്തിലാണ് സ്വാധിജി. അതിൻ്റെ ഭാഗമായാണ് ഇറച്ചി മാത്രമല്ല പാലും കുടിക്കരുത് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംഗതി ഗംഭീരമാണ്. അത് നടപ്പിലാക്കണം എന്നുള്ളതാണ് എൻ്റെയും അഭിപ്രായം. കാരണം അതൊരു ദേശീയ മൃഗവും നമ്മുടെ മാതാവുമാകുമ്പോൾ പിന്നെ കണ്ടവരാരെങ്കിലും ഈ പാല് കറക്കാൻ വേണ്ടി അങ്ങനെ അവിടെ പിടിച്ചു വലിക്കുകയും അതിലൂടെ ഞെക്കി പാല് പുറത്തേക്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അതൊരു അശ്ലീകരമായ, അത്ര നല്ലതല്ലാത്ത, അനുവദിക്കാനാവാത്ത ഒരു തെറ്റാണ്. കാരണം ഗോമാതാവായിരിക്കെ ആ മാതാവിനെ ആരെങ്കിലും കണ്ടവർ വന്ന് അങ്ങനെ കറന്നെടുക്കുകയും അത് കറന്നെടുക്കുന്നതിലൂടെ വരുന്ന പാൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഗോഹത്യയ്ക്ക് തുല്യം തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്വാധിജിക്ക് ഒരു നല്ല ചൂടുള്ള കട്ടൻ ചായ ചെറിയ മരുന്ന് കലക്കി കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.